ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോ യൂത്ത് ലീഗിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് എതിരായിട്ടാണ് ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് നിഷേധിച്ചിട്ടില്ല. എല്ലാം അദ്ദേഹം അംഗീകരിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം അംഗീകരിച്ചിരിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ മുഴുസമയ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ദുബായിലെ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ സെയിൽസ് മാനേജരായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. അതിൽ നിന്ന് അദ്ദേഹത്തിന് എംപ്ലോയ്മെന്റ് കാർഡ് അനുസരിച്ച്, കോൺട്രാക്ട് അനുസരിച്ച് 20,000 രൂപ സാലറിയും 2,000 ദിർഹം UAE ദിർഹം ട്രാവൽ അലവൻസുമുണ്ട്. അപ്പൊ 20,000-ഉം 2,000-ഉം 22,000 UAE ദിർഹം അദ്ദേഹത്തിന് ഓരോ മാസവും ശമ്പളമുണ്ട്. ഇത് ഇന്ത്യൻ രൂപയിലാക്കിയാൽ 5,15 ലക്ഷം രൂപ വരും. ഈ 5,15 ലക്ഷം രൂപ മാസശമ്പളം കിട്ടാൻ മാത്രം എന്ത് പ്രവൃത്തിയാണ് ഫിറോസ് ഇവിടെ എടുക്കുന്നത്? അദ്ദേഹം പറയുന്നത് ഇപ്പൊ ഓൺലൈനായിട്ട് ചെയ്യാം പ്രവൃത്തി, അതുപോലെ തന്നെ ഓഫീസ് ഇല്ലാതെ തന്നെ ചെയ്യാം. ശരി, ഭക്ഷണ സാധനങ്ങൾ വിൽക്കുക, ഇതാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി. ആ കമ്പനിക്ക് വേണ്ടി എത്രമാത്രം എക്സ്പോർട്ടുകൾ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് സെയിൽസ് മാനേജർ എന്നുള്ള നിലക്ക് അദ്ദേഹം കയറ്റി അയച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ദുബായിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ വേറെ രാജ്യങ്ങളിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ വിവരം പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അദ്ദേഹം അത് ചെയ്തില്ല. നമ്മൾ വിചാരിക്കുന്നത് 2024 അദ്ദേഹം ഈ ജോബ് കാർഡിന്റെ ഉടമയാകുന്നത് എന്നാണ്, റെസിഡൻസി വിസയുടെ ഹോൾഡർ ആകുന്നത് എന്നാണ്. 24 വർഷം 2024 മുതൽ 2026 വരെയാണ് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ള സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിസ കാലാവധി. എന്നാൽ അദ്ദേഹത്തിന് UAE റെസിഡൻസി എന്നുള്ള നിലയിലുള്ള വിസ എന്ന് വെച്ചാൽ കമ്പനി ഉദ്യോഗസ്ഥനാണ്, സെയിൽസ് മാനേജറാണ് എന്നുള്ള വിസ 2018 മുതലുണ്ട്. 25/3/2018 മുതൽ 19/12/2020 വരെ 19/12/2020 വരെ അദ്ദേഹത്തിന് ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്നുള്ള നിലയിലുള്ള വിസ ഉണ്ട്. 19/12/2020, നോട്ട് ദാറ്റ് ഡേറ്റ്. 19/12/2020 കഴിഞ്ഞാൽ പിന്നെ 2021 വരുന്നത്. 2021 മാർച്ച് മാസം അവസാനത്തിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ ഫിറോസ് താനൂരിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അങ്ങനെ മത്സരിക്കുമ്പോൾ നോമിനേഷൻ കൊടുക്കേണ്ടി വരുന്ന സമയത്ത് UAE വിസ ഒരു തടസ്സമായി ഉന്നയിക്കപ്പെടുമോ എന്ന് ഭയന്ന് അദ്ദേഹം അത് കുറച്ചു നാളത്തേക്ക് വേണ്ടെന്ന് വെക്കുകയാണ്. എന്നിട്ട് 29/3/2022 മുതൽ 29/3/2022 മുതൽ 18/3/2024 വരെ വീണ്ടും അതേ വിസ അദ്ദേഹം കരസ്ഥമാക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം 18/3/2024 ക്യാൻസലായ അല്ലെങ്കിൽ എക്സ്പയറി ആകുന്ന വിസ അദ്ദേഹം വീണ്ടും പുതുക്കി. അത് 2026 വരെ
കാലാവധിയുള്ളതാണ്. 5.25 ലക്ഷം രൂപയാണ് ഓരോ മാസവും അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓഫീസിന്റെ ലൊക്കേഷൻ അദ്ദേഹം ഒന്ന് പുറത്തുവിടണം. ദുബായിൽ എവിടെയാണ് ഈ കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന വിവരം അദ്ദേഹം പുറത്തുവിടണം.